എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഇന്നത്തെ വീഡിയോയ്ക്ക് വളരെ സന്തോഷമുള്ള ഒരു നിമിഷമുണ്ട്. അതിന്റെ സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടി? ലൈസൻസ് കിട്ടി. എച്ചെടുത്തു, ഒരു തെറ്റില്ലായിരുന്നു. എട്ടെടുത്തായിരുന്നു, ഒരു തെറ്റുമില്ലായിരുന്നു. ബൈക്ക് മറ്റേ ഇത് എടുത്തു, ഓട്ടിക്കൂടെ തന്നു, അതൊരു തെറ്റുമില്ലാതെ എടുത്തു. പിന്നെ എച്ച് മൊത്തം അല്ല, എച്ചല്ല, പിന്നെ മറ്റേ കാർ റോഡാണല്ലോ. തെറ്റുന്നുണ്ട്. നോക്കൂ, അതായത് ലിബിക്ക് അങ്ങനെ ലൈസൻസ് കിട്ടി. അത് മാത്രമല്ല, അവൻ ഇന്റർനാഷണൽ ലൈസൻസിന് കൊടുത്തിട്ടുണ്ട്. അതായത് ഇനി അങ്ങോട്ട് നമ്മുടെ വാഹനം ഇന്റർനാഷണൽ ഓടിക്കുന്ന ലിബിനായിരിക്കും. അതുകൂടാതെ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ ബസ് പണിതിട്ട് ഞങ്ങളൊരു ഫാമിലി ട്രിപ്പ് പോകുന്നത്. അത് ഞാൻ ഓടിക്കും. ലിബിനും അബുരാമി ആയിരിക്കും നമ്മുടെ ബസ് ഓടിക്കുന്നത്. പക്ഷെ ഇന്റർനാഷണൽ യാത്രയിൽ ഇനി മൊത്തം വാഹനം ഓടിക്കുന്ന ലിബിനായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഒരു കാര്യം, തീർച്ചയായിട്ടും വേറെ കാര്യമാണ്. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ആശാന്മാർ എന്ത് പറയുന്നു അതേപോലെ നമ്മൾ ചെയ്യുക. നമുക്കല്ലാതെ എച്ച് കിട്ടൂല. ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയുണ്ട്. ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ, ഇതായിരുന്നു ഞങ്ങളുടെ യഥാർത്ഥ നാട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മട്ടണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഞങ്ങൾ ജനിച്ചു വളർന്നത്. അതായത് 3 വയസ്സോ 2 വയസ്സോ അപ്പനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും. അതായത് ഞങ്ങളുടെ തറവാടിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബക്കാർ, അതായത് പപ്പയുടെ കുടുംബക്കാരെല്ലാവരും ഉള്ള സ്ഥലമാണ് മട്ടണി എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അങ്ങാടിക്കടവ് കിളിയന്ത്രയിൽ നിന്ന് കുറച്ച് മേലോട്ട് കയറി വരണം. പഴയ വീട് ഇവിടെയായിരുന്നു. യെസ്, ഞങ്ങളുടെ പഴയ വീട്. ഇപ്പോൾ അത് ഇതുണ്ടോ, ഈ കാണുന്ന ഇവിടെയാണ് ഞങ്ങളുടെ പഴയ വീടും സംഭവം ഉണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ തറവാട് എന്ന് പറയുന്നത്. ഇത് കോളിത്തട്ടിന് പോകുന്ന വഴിയാണ്. ഇതാണ് മട്ടണി എന്ന് പറയുന്ന സ്ഥലം. ഇതേ പോട്ടുണ്ട് വള്ളിത്തോട് ചാടാം. യെസ് അല്ലേ? ഇതാണ് അമ്പലം. അതായത് ഞങ്ങളുടെ വീട് പഴയതുണ്ടായിരുന്നു ഇവിടെയായിരുന്നു. പപ്പയോട് ചോദിച്ചു കഴിഞ്ഞാൽ പപ്പ കറക്റ്റ് സംഭവം പറഞ്ഞു തരും. അതിനപ്പം വരണം. അപ്പാ ഇങ്ങ് വന്നേ. ഇന്നത്തെ വീഡിയോയ്ക്ക് കുറേ പ്രത്യേകമുണ്ട്. അതായത് ഞങ്ങളുടെ കുടുംബത്തിൽ എനിക്കിപ്പോൾ ലൈസൻസ് കിട്ടി, അഭിരാമി കിട്ടി, ഇപ്പം ലിബിന് കിട്ടി. ലൈസൻസ് ഉള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ആദ്യത്തെ ഡ്രൈവറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. അതായത് വല്യോപ്പ എന്നാണ് ഞങ്ങൾ വിളിക്കുക. ഞങ്ങളുടെ നാട്ടിൽ അത്യാവശ്യം പണ്ട് മുതലേ അറിയപ്പെടുന്ന ഒരു ഡ്രൈവറായിരുന്നു. പേര് കേട്ട ഡ്രൈവർ എന്നൊക്കെ പറയില്ല. അതായത് പണ്ട് കാലങ്ങളൊക്കെ പണ്ട് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവർമാരുണ്ട്. പേര് കേട്ടതുണ്ട്, പേര് കേൾപ്പിച്ച ഡ്രൈവർമാരുണ്ട്. അതായത് പണ്ടത്തെ കാലത്ത് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിരുന്നു. അതായത് ഇപ്പം കാലഘട്ടം മാറിയ അനുസരിച്ചാണ് ഡ്രൈവിങ്ങിന്റെ ഒരു ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരെ സാറേനെ വിളിച്ചോണ്ടിരുന്നത്. അതെ, ഇപ്പം സാറേന്നല്ല വേറെ വേറെ വിളിച്ചോണ്ടിരിക്കും. കാലത്തിന്റെ മാറ്റം. കൈസ്, അപ്പം ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ ഡ്രൈവർ എല്ലാം ഞാൻ കാണിച്ചു തരാം. ഇതായിരുന്നു ഞങ്ങളുടെ. പിന്നെ എവിടെയപ്പോൾ നമ്മുടെ വീട് എവിടെയായിരുന്നു കറക്റ്റ്? നമ്മുടെ വീട് ഏത്? അത് നമ്മൾ 2ാം തറ കെട്ടിയ യഥാർത്ഥമായിട്ട് വീട്ടിരുന്ന ഈ സ്ഥലത്താ. നല്ല മഴ കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ നല്ല മഴ. എവിടെ കാണിച്ചു തന്നെ? ആ തറയൊന്നും ഇല്ലല്ലോ. തൊട്ടടുത്താണ് ക്ഷേത്രമുള്ളത്. അതായത് ഇത് മട്ടണി അമ്പലം എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം. ഇത് ക്ഷീരകർഷക. പണ്ട് ഇവിടെയൊക്കെ പശു വളർത്ത സംഭവമൊക്കെ ഉണ്ടായിരുന്നപ്പം ഇവിടെ പാലൊക്കെ കൊണ്ട് കൊടുക്കലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആരും പശു വളർത്ത സംഭവമൊന്നുമില്ല. ഇത് പപ്പയുടെ ചേട്ടന് ഈ സ്ഥലം കൊടുത്തിട്ട് പപ്പയുടെ ചേട്ടൻ ഞങ്ങൾക്ക് കിളീന്ദ്ര സ്ഥലം മേടിച്ചു തന്നു. കമൺ, നമുക്ക് അങ്ങോട്ട് നടക്കാം. ഗൈസ്, ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലം. അതായത് വളർന്നത് കിളീന്ദ്രയിലാണെങ്കിലും ഞങ്ങൾ ജനിച്ചത് ഇവിടെയാണ്. ഈ 3 വയസ്സ് വരെ പിന്നെ ജനിക്കാതെ 3 വയസ്സാവില്ലോ അപ്പാ. 3 വയസ്സ് വരെ 3 വയസ്സ് വരെ ഞങ്ങൾ ജീവിച്ചത് ഇവിടെയാണ്. അതിനുശേഷം നമ്മൾ കിളിയന്ത്രയ്ക്ക് പോയി. അതായത് ഇതായിരുന്നോ? ഇവിടെയൊക്കെ ഇരുന്നതിന് ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ, ശരിയാ. ഏതാ? ഇതായിരുന്നു തറ. ഗൈസ്, ഇവിടെയായിരുന്നു പഴയ ഞങ്ങളുടെ വീടിരുന്നേ. ഈ ഭാഗം അന്ന് അമ്പലം ഇത്രയും വലുതൊന്നും അല്ല കേട്ടോ. ഇന്നോ വലിയ അമ്പലമായി. അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഇവിടുന്ന് വിറ്റുപോകാനുള്ള കാരണം അപ്പൻ്റെ ചേട്ടൻ നമുക്ക് മറ്റേ ഇവിടുന്ന് സ്കൂളിൽ പോകണേൽ അവിടുന്ന് ഒരു 10 കിലോമീറ്റർ. പണ്ട് ഇവിടെ സ്കൂള് കിളിയന്ത്രയിലായി. ഇപ്പോഴും അതെ, കിളിയന്ത്രയിൽ തന്നെ. അപ്പൊ അങ്ങനെ പോകണ്ടാറ് നമുക്ക് അവിടെ സ്ഥലം മേടിച്ചു വന്ന് ഈ സ്ഥലം എടുത്തിട്ട് അല്ലേ. അതായത് ഇവിടെ ഈ മട്ടണി ഭാഗങ്ങളുള്ളവരൊക്കെ പണ്ട് നടന്ന് കിളിയന്ത്ര വന്ന് പഠിക്കണം. അത്യാവശ്യം നല്ല കിലോമീറ്റർ ഉണ്ട്. ഇപ്പോഴും കുട്ടികളൊക്കെ പിന്നെ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഒക്കെ കിളിയന്ത്ര വന്നാണ് പഠിക്കണേ. ഇവിടെ കുന്നോത്ത് അല്ലെ ഉളുക്കൽ സ്കൂള്, ഇതാണ് ഓപ്ഷൻ. ഇത് അമ്പലമായില്ലേ ഇപ്പൊ അമ്പലം? എന്നോ വലിയ അമ്പലം നോക്കിയേ. പണ്ട് ഇത്രയും വലിയ അമ്പലം അല്ലായിരുന്നു കേട്ടോ. പണ്ട് ഇപ്പം നോക്കിയേ വലിയ അമ്പലം. ഇതിനെ അസഹനീയമായ അമ്പലം. ഇത് പുതിയത് പണിതാ കേട്ടോ. ഇത് നോക്കിയേ. ഇതോ? ഇത് പപ്പ വെച്ച പ്ലാവാ?
ഇവിടുത്തെയൊക്കെ ചെറിയ ചെറിയ ഓർമ്മകളൊക്കെ എനിക്കുണ്ട് കേട്ടോ. എനിക്ക് ഒട്ടും ഓർമ്മയില്ല, ഞാൻ ചെറുതായിരുന്നു. ആ പപ്പയുടെ ലിപിക്ക് 2 വയസ്സ്. അതെ, പപ്പയുടെ പപ്പയായിരുന്നു ഈ ലൈനിൽ ബസ്സൊക്കെ ഓടിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ തറവാട് താഴെയാണ്, അത് കാണിച്ചാൽ. ഇനിയും ഞങ്ങൾ അന്ന്, അതായത് എത്ര വർഷങ്ങൾക്ക് മുമ്പ് തറ കെട്ടിയേ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പപ്പയുടെ ചേട്ടൻ കപ്പലാവും സംഭവമൊക്കെ വെച്ചോണ്ട് ഇങ്ങനെ ആയതാണ്. പക്ഷെ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു സ്ഥലം. എത്ര വർഷം? 33 വർഷമായിരുന്നു. 33 വർഷം മുമ്പാണ് ആ പെരത്തറ കെട്ടിയത്. പൂർത്തിയാക്കാൻ പറ്റിയില്ല. അന്ന് മുതലുള്ള ആഗ്രഹമായിരുന്നു അപ്പൻ്റെ അമ്മയുടെ ഒരു പെര വെക്കണമെന്നില്ല. കാണിച്ചാ വീട് ഞങ്ങൾ സാധിച്ചെടുത്തു. അതെ, അത് കാണിച്ചു തന്നെ. 33 വർഷങ്ങൾക്ക് മുമ്പേ, അത് 30 വർഷം കഴിഞ്ഞാണ് ആ ഒരു സംഭവം സഫലമായത്. യാഥാർത്ഥ്യം അതാണ്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് നമുക്കൊരു വീട് വെക്കാൻ പറ്റിയ. കിണറായിരുന്നു. ഏത്? ഈ കിണർ സ്ലാവിട്ട് മൂടിയേക്കുന്ന ഈ കാണുന്നത്. ഇപ്പോഴും കിണറുണ്ട്. കിണറുണ്ട്. തറ എവിടെ? എവിടെ കെട്ടിയ തറ? മമ്മിയുടെ സ്വർണം മൊത്തം കാണാം ഇപ്പം. മമ്മിയുടെ സ്വർണം മൊത്തം ഊരിയാണ് അപ്പം ആ തറ കെട്ടിയ. തറയുടെ എന്തെങ്കിലും ഉണ്ടോ? ആ ഉണ്ടോ? ഏത്? ആ ശ്രദ്ധിക്കണേ ഇവിടെ. ആ ഉണ്ട്. ഈ ഒരു ഇത് തറയല്ലോ ഇപ്പം. അന്ന് തറയായിരുന്നു ഇത്. ഇതോ? രണ്ടാമത് ഇതാക്കിയതായിരുന്നു, റബ്ബറിന് വേണ്ടി JCB വെച്ചിട്ട് മാന്തിയാക്കുന്ന. അന്ന് എത്ര ചെറിയ വീടായിരുന്നു? അല്ല, 3 മുറി അടുക്കള. അത്ര വലിയ വീട്, ഉഴുത്ത വീടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ അയൽവക്കം ഒരു ഡോക്ടറായിരുന്നു. നമ്മളെ ഇരുട്ടി പിന്നെ ആശുപത്രിയുള്ള നമ്മളെ മരിച്ചുപോയ ഡോക്ടറുടെ കൂട്ടുകാരനാണ്. ഭാഗവൻ ഡോക്ടർ. ഇതായിരുന്നു ആ സ്ഥലം നിങ്ങളെ കാണിച്ചു തന്നു. ഏതാ? ഇതെല്ലാം നമ്മൾ വെച്ച പ്ലാവും മാവുക. ഇത് എത്ര സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു അന്ന്? നമ്മുടെ 53 സെന്റ്. പക്ഷേ ഇവിടുന്ന് പിന്നെ നമ്മൾ വെളിയന്ത്രയ്ക്ക് പോയി. ഇവിടുന്ന് പഠിക്കാൻ പോക്കും ഒക്കെ ഭയങ്കര പാടാ. പപ്പയൊക്കെ ഇവിടെ കേട്ടോ പഠിക്കാൻ പോയി. ഞങ്ങളെ നല്ല നിലയിൽ എത്തണമെന്നോ എല്ലാവരും വിചാരിച്ചാണ്. ഞങ്ങൾ നിലയുടെ താഴെ പഠിച്ചാറ് ഞങ്ങൾ നല്ല നിലയിലെത്തി. ഇത് പഴയ അയൽവക്കം എന്ന് പറയുന്നത് അല്ലേ? ഇതായിരുന്നു പഴയ അയൽവക്കം. ഇനി തറവാട് സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി മട്ടണി എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ചെറുപ്പത്തിൽ ഇത് ചെറിയ അമ്പലമല്ലായിരുന്നോ? എത്ര ചെറുതായിരുന്നു. ഈ ആൻറ്റീനെ ആർക്കെല്ലാം ഓർമ്മയുണ്ടോ? നമ്മൾ ഇവിടെ ബോംബെയിലൊക്കെ പോയപ്പം നമ്മളെ ആൻറ്റിയുടെ അടുത്താണ് പോയത്. ആൻറ്റി ബോംബെ ടീച്ചറാണ്. ഞങ്ങളുടെ പിന്നെ കുടുംബത്തിലെ നെച്ചാട്ട് കുടുംബത്തിലെ ഏറ്റവും മൂത്ത പെണ്ണ്. അല്ല, അപ്പന്മാരുടെ ഇല്ലേ, പെങ്ങന്മാരത്തിലാണെങ്കിൽ അരക്കാത്തോട്ടിലെ ആൻറ്റി. അരക്കാത്തോട്ടില്ല. അതെ കറക്റ്റ്. ഇത് നോക്കിയോ, അന്ന് ഈ മട്ടണി അമ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെറുതാണെന്നറിയോ. ഇതിപ്പോൾ ഇത്രയും സെറ്റപ്പ് ആയിട്ടോ, എന്ത് രസമാണെന്നറിയോ കാണാൻ വേണ്ടി. ഒരു പ്രത്യേക ഫീലിംഗ് ആട്ടോ. അതായത് ഇതമ്പലം ഇവിടെയായിരുന്നു ഞങ്ങളുടെ പറമ്പ്. ഇതമ്പലം ഇതുണ്ടോ കുഞ്ഞ്. എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ വളരെ ചെറുതായിരുന്നു. കുഞ്ഞ് അമ്പലമില്ലേ, ഇതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ഫുള്ള് പണിത് ഈ രീതിയിലായി മാറിയെന്ന് തോന്നുന്നു കേട്ടോ. ഇതിപ്പോൾ എത്ര വർഷമായി കാണും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇത് പുതുക്കി പണിത് 2016 പുതുക്കി പണിതാന്ന് എനിക്ക് തോന്നുന്നത്. വല്യപ്പടി ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം കേട്ടോ. അതായത് പണ്ടിങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ മട്ടണി എന്ന് പറഞ്ഞ സ്ഥലം. കുറേ ആൾക്കാരും നല്ല തിരക്കൊക്കെ ഉള്ള ടൗണൊക്കെ ആയിരുന്നു മട്ടണി ടൗൺ. ഇപ്പം അതൊക്കെ മാറി, ആളൊന്നുമില്ല. അവിടെ 3 കടയുണ്ട്. ഇതാണ് ആ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്ന സാധനം. ഇത് കണ്ടോ, ഈ കാണുന്ന ഇവിടെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും പുറത്തു വന്നു. നോക്കൂ, ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ഡ്രൈവർ മിസ്റ്റർ ബേബി. അതായത് ഞങ്ങൾ വല്യോപ്പ എന്ന് വിളിക്കും. അല്ലേ ലുവിനെ? പഴയൊരു ഷൈജിൽ ബസ് ഉണ്ടായിരുന്നു. ഡ്രൈവറായിരുന്നു. അല്ലേ? ഞങ്ങളുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ട ഡ്രൈവറായിരുന്നു. നമ്മുടെ കുടുംബത്തെ എല്ലാം രക്ഷപ്പെടുത്തിയത് വല്യോപ്പയാണ്. എനിക്ക് ആദ്യമായിട്ട് മറ്റേ ഓടാൻ വേണ്ടി ഷൂ മേടിച്ചെന്ന വല്യോപ്പയാ. വല്യോപ്പ എനിക്ക് മേടിച്ചു തന്നെ. 2 പേർക്കും മേടിച്ചു തന്നു. 2 പേർക്കും മേടിച്ചു. പക്ഷെ ഞങ്ങൾക്ക് അത് ഇടാറില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ആരെയൊക്കെ അത് വെച്ച് ചവിട്ടി. വല്യോപ്പ എന്നെ സൗദിയിൽ നിന്ന് ഈ വീട് പണിയുന്ന സമയത്ത് ഈ വീടിന്റെ മറ്റേ വാർപ്പിന്റെ നമുക്ക് പൈസ തന്നെ. അത് എൻ്റെ അപ്പൻ്റെ ഏറ്റവും മൂത്ത ചേട്ടനാണ്. ഇപ്പം 2 വർഷമായിട്ട് നിർത്തിയില്ലേ. അവസാനം കല്ലുമണ്ടിയിലായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഒരു സ്ഥലം. ഞങ്ങളുടെ കുടുംബക്കാർ ഇവിടെ അത്യാവശ്യം കുറേ പേരുണ്ട്. അത് താഴോട്ട് വന്നത് അപ്പൻ്റെ ചേട്ടന്മാർ അല്ലേ? കുടുംബക്കാരിൽ നമ്മളല്ലേ കൂടുതൽ അല്ലേ? എല്ലാവരും മിക്കവാറും ഇവിടെയൊക്കെയാണ് അല്ലേ നമ്മുടെ കുടുംബത്തിൽ. അതായത് നമ്മുടെ അപ്പൻ്റെ അപ്പനും അമ്മയും വന്ന സ്ഥലം. അതെ, ഇവിടെയായിരുന്നു ഞങ്ങളുടെ പഴയ തറവാട്. അത് പിന്നെ ഇപ്പൊ കാലക്രമം പെടുത്തി കഴിഞ്ഞപ്പോൾ അവിടെ അതായിരുന്നു തറവാട്. ഇവിടെ തന്നെയായിരുന്നു. അതെ, നമ്മള് വന്ന് കണ്ടു വെക്കാം. അതല്ലേ? അത് കഴിഞ്ഞ് വല്യപ്പ ഇങ്ങോട്ട് വെച്ചാണോ?
ആദ്യത്തെ മറ്റേ വീട് നമ്മളെ മലബാറിൽ നമ്മൾ ആ വലിയ അപ്പനും അമ്മയും വന്ന് താമസിച്ച അവിടെ അല്ലേ? ആ അതെ. ഗൈസ് അന്ന് നമുക്ക് എത്ര ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു? സ്ഥലം വേറെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇല്ലേ? ഉണ്ടായിരുന്നു. ഗൈസ് എല്ലാവർക്കും നല്ല രീതിയിൽ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ ഇപ്പം വെച്ചാണ്. കാരണം ഇത് പിന്നെ ഇപ്പം വലിയപ്പം വെച്ചത്. പണ്ട് ഞാൻ ഇതിൻ്റെ വാർപ്പിൻ്റെ സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് സ്പോർട്സിന് വലിയപ്പം. അന്ന് വലിയപ്പം ഗൾഫിലാണ്. അപ്പം ഗൾഫിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഷൂ, അതായത് ഓടാനുള്ള ഷൂവും സംഭവമൊക്കെ മേടിച്ചു തന്നെ. ഇത് ഞങ്ങളുടെ പഴയ ഒരു വീടൊക്കെ ഇരുന്ന ഭാഗങ്ങളൊക്കെയാണ്. ഇപ്പം എല്ലാം പൊളിച്ച് പുതിയ വീട് വെച്ചതുണ്ട്. അതിൻ്റെയൊക്കെ ചെറിയ പഴയ കന്നാലിക്കൂടൊക്കെ ഉണ്ട്. അതായത് എൻ്റെ അപ്പൻ്റെ അമ്മ ഒക്കെ പിന്നെ ഇതിനെ കന്നാലിനൊക്കെ നോക്കിയ സ്ഥലം സംഭവങ്ങളൊക്കെ. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ മട്ടണി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഞങ്ങളെല്ലാവരും. പിന്നെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും മാറി വല്യപ്പനെ കണ്ടില്ല. വല്യപ്പയാണ് എല്ലാവരും വണ്ടി ഓടിക്കണം. അപ്പൻ്റെ ചേട്ടന്മാർ 2 പേരെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് വല്യപ്പ. പിന്നെ സ്ഥിരമായിട്ട് പിന്നെ രാജുവാപ്പി എന്ന് പറഞ്ഞൊരു ബസ് ഓടിച്ചിരുന്നു രായാപ്പി അല്ലേ? ഏറ്റവും ആദ്യത്തെ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ വല്യപ്പയായിരുന്നു. വല്യപ്പയുടെ പാത ഇപ്പം പിന്തുടരുന്നത് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ ഒരു സംഭവം കേട്ടോ. അങ്ങനെ വരും. ഞങ്ങൾ മാത്രമേ ഉള്ളൂ വല്യപ്പയുടെ പാത പിന്തുടരുന്നത്. വേറെ ആരുമില്ല. ഡ്രൈവർമാരായിട്ട് വേറെ ആരോ ഉള്ള? അവര് പിന്നെ തൊഴിലല്ലല്ലോ. ഞങ്ങൾക്ക് മാത്രമേ തൊഴിലുള്ളൂ. എല്ലാരും പാത നമുക്ക് മാത്രമേ. ഇപ്പം വല്യപ്പയ്ക്ക് ശേഷം ആരും രായാപ്പിക്ക് ശേഷം ആരും വണ്ടി ഓടിച്ചിട്ടില്ല. പപ്പ കിളിയല്ലായിരുന്നോ? ആണോ? ലൈസൻസ് ഒക്കെ എടുത്തോ? ആണോ? ആദ്യം ഓടിച്ചത് പപ്പയായിരുന്നു. ലൈസൻസ് എടുക്കും. നമ്മളെ എന്നെ ചേട്ടനെ തോപ്പിച്ചു. ആണോ? ആദ്യം ലൈസൻസ് എടുക്കുന്ന പപ്പയാ? അല്ല, അവനെടുത്തായിരുന്നു. ഞാൻ കഴിഞ്ഞിട്ട് ജോസിനെ കൊണ്ട് പോയായിരുന്നു പഠിപ്പിക്കാൻ. വല്യപ്പ ഏത് വർഷം എടുക്കുന്നത്? 76. എൻ്റെ അമ്മ 76. അത് കഴിഞ്ഞ് വല്യപ്പ സൗദിക്ക് പോയിട്ടോ. എത്ര വർഷം സൗദി നിന്നു? 16. ഏതാ കമ്പനി? സഹാറ സൗദി കമ്പനിയാ? സൗദി. കഷ്ടപ്പെട്ടു അല്ലേ? എല്ലാവർക്കും പഠിപ്പിക്കാനും എല്ലാവരും അത്യാവശ്യം അന്നത്തെ കാലത്ത് ഉള്ള രീതി വെച്ച് വല്യപ്പ എല്ലാവരും സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. കാരണം ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യം പിന്നെ സൗദിക്ക്, അന്ന് സൗദിയിൽ ഇത്ര പൈസ ഇല്ല, ചെറിയ പൈസ അല്ലേ? അന്ന് ഇത്ര വരുമാനമൊന്നും ഇല്ല കേട്ടോ. ഇന്നാണ് പിന്നെ അല്ലേ? അന്ന് എത്ര ഉണ്ടായിരുന്നു വല്യപ്പ? 750-800 റിയാൽ ശമ്പളം. അന്ന് എത്ര വിനിമയ വില? എത്ര അവിടുത്തെ? അവിടെ റിയാലിന് എത്ര? 12 രൂപ. ഇന്നത്തെ 20-25 രൂപ കണ്ടായില്ലേ? 23. അന്നത്തെ കാലത്ത് ഇതാണ് ബോഗൺവില്ല എന്ന് ഇപ്പം പറയുന്ന കടലാസ് ചെടി. എന്തിന്? മമ്മിക്ക് ഫോട്ടോ ഇല്ല അല്ലേ? ഗൈസ് എല്ലാവരും വീട്ടിലൊക്കെ പോയിട്ട് നേരെ ഇനിയിപ്പം കർണാടക പോലുള്ള പരിപാടി ഉണ്ട്. നോക്കട്ടെ കേട്ടോ. അതെ മൈക്കിൾ അവനെ അടിക്കാതെ ഇവൻ ബോംബെയിലാട്ടോ. ഇവൻ നമ്മളൊന്ന് ബോംബെയിലൊക്കെ പോകുന്ന നേരത്ത് കണ്ടാണ്. ഇവര് ബോംബെക്കാരാ, ഇവര് മലയാളികളല്ല കേട്ടോ. വെറുതെ ഇതെല്ലാം മറ്റേ ഇവിടെയാ ബോംബെയില്, ചുറ്റും മൊത്തം ബോംബെക്കാര്. അഭിരാമിയാണ് ആദ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്. അപ്പോൾ അഭിരാമി ഓടിക്കുന്നു. ലിബിനാണ് ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നത്. ഇനിയിപ്പോൾ കുറച്ച് ലിബിൻ ഓടിക്കാൻ വേണ്ടി കൊടുക്കണം വേണ്ടി. ഇച്ചിരിയും കൂടെ അഭിരാമിക്ക് അറിയാം. ഇച്ചിരിയും കൂടെ. അതാണ് അഭിരാമി ഇങ്ങനത്തെ വളവ് തിരിവൊക്കെ അഭിരാമി, കയറ്റ ഇറക്കമൊക്കെ ഞാൻ. ഗൈസ് നോക്കൂ, ഫൈനലി വണ്ടി ഇറങ്ങി വരുന്നുണ്ട്. സപ്പോർട്ടൊക്കെ 2 പോയെന്ന് തോന്നുന്നു. അഭിരാമി വളരെ ശ്രദ്ധിച്ചൊക്കെ ഓടിക്കുന്നത്. അഭിരാമിയാണ് ലിബിന് ശിഷ്യത്വം കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ ശിഷ്യത്വം നേരെയാക്കി നേരെ തന്നെ പോരെ, വണ്ടി നേരെയാക്കിയാൽ മതി. പോരെ കറക്റ്റാ, നീ ഓടിക്കുന്നത് കറക്റ്റാ പോരെ. ഇനി എന്ത് വർത്താനം പറയാം? ലൈസൻസ് ഉള്ള ആളല്ലേ? വരൂ തിരിച്ചോടി. ലിവിൻ കിളിയല്ല, നീ കിളിയല്ല, ഡ്രൈവറാണ്. പ്രമോഷൻ കിട്ടി. ഗൈസ് നോക്കൂ, ഇവളെന്നെ കാണിക്കുന്നത്. അങ്ങോട്ടാ പോണ്ടേ? എടി അങ്ങോട്ടാ പോണ്ടേ? നേരെ പോട്ടെ, റിവേഴ്സ് പോ. ഞങ്ങൾക്ക് വഴി അറിയത്തില്ല, അതാണ് നേരത്തെ ഞാനത് ഓഫായി പോയി. വഴി അറിയത്തില്ല ഞങ്ങൾക്ക്. ഗൈസ് ഫൈനലി ഞങ്ങൾ താഴോട്ട് പോവാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഓരോ വീടുകളിലേക്ക് പോകണ്ട. വണ്ടി വരുന്നുണ്ട്, അവിടെ നിർത്തിക്കോ. ആ ലോറി പോട്ടെ, വണ്ടി പോട്ടെ. ഗൈസ് ഇത് ക്രഷറുകളിൽ നിന്ന് വരുന്ന വണ്ടികളാട്ടോ. ഇപ്പോഴും മാനൊക്കെ ഉണ്ട് കേട്ടോ. ഗൈസ് മാന് നോക്കിയേ, വീട്ടിലെ സാധനം കേട്ടോ. ഇത് AW എങ്ങനെയാണ് നിന്ന് പോയത്? ഉളിക്കൽ ക്രഷറിനും 5 സ്റ്റാറിനും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പോവാൻ വല്യപ്പാ, എന്നാ ഇതിന് പോവാം. എല്ലാവരും ഇനി പറയും. എല്ലാവരും തിരിച്ചു കൊണ്ടുവിടും.
ടിക്കറ്റിന് 5 രൂപ, വെങ്കായം 10. ഞാൻ വെക്കാം. മഴ എല്ലാവരും വണ്ടിയുടെ ബേക്കിൽ കയറി, ഞാനും ലിബിനും ബേക്കിൽ കയറി സ്ഥലം പ്രശ്നം അല്ലേ? നല്ല സുഖം കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇതിന്റെ ഇവിടെ കയറുന്നുണ്ട്. നല്ല രസമാണ്. സുഖമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറുന്നല്ലേ, ആള് കൊടുത്താൽ ഞാൻ ബേക്കിൽ കയറുന്നല്ലേ അല്ലേ? ഗൈസ് ഫൈനലി ഫ്രണ്ടിലേക്ക് പോകണം. ഇവിടെ എത്രാം ക്ലാസ് വരെ ആശാന്റി ഉള്ള ഈ സ്കൂള്? 4 വരെ. 4ാം ക്ലാസ് വരെ. ശരി കേട്ടോ, ശ്രദ്ധിച്ച് ഓടിക്കണം കേട്ടോ. ഞങ്ങളിവിടെ വണ്ടി നിർത്തി. ഞങ്ങളുടെ അപ്പൻ്റെ ചേട്ടൻ്റെ ഒരു വീടാണ് ഇവിടെ. നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. എല്ലാ ബന്ധുവീട്ടിൽ കൂടെ പോവാണ്. ലൈസൻസ് കിട്ടി എല്ലാവരും അറിയിക്കണം. ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്. നമ്മൾ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കളിച്ച തോടൊക്കെ ആട്ടോ. അതൊരു തോടുണ്ട്, ഇപ്പം കെട്ടി. ഇപ്പം ഇതെല്ലാം മാറി. പണ്ട് കിട്ടുമായിരുന്നു. പണ്ട് നമ്മൾ തോർത്തുകൊണ്ട് പിടിച്ചിട്ടുണ്ട്. ഇതൊരു തോടാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ കളിച്ച് വളർന്നാണ് ചെറുപ്പത്തിലേ. പക്ഷെ ഇപ്പൊ അതെല്ലാം ഇവിടുന്ന് ഇങ്ങനെ വഴിയൊന്നുമില്ല. പണ്ട് നമ്മൾ ഇതിലേക്ക് പോകുമായിരുന്നു അല്ലേ? ഇതിലെ നടന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇതിൽ നടന്ന് ഏതാണ്ട് 2-2.5 കിലോമീറ്റർ ഉണ്ട്. ഇതൊരു വീട്. പിന്നെ ഇത് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ കയറി. ഇത് അപ്പൻ്റെ ചേട്ടൻ്റെ രായാപ്പി എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ ചേട്ടൻ്റെ ഒരു വീട്. ഇതിൻ്റെ താഴെ വല്യാപ്പി എന്ന് പറഞ്ഞ ഒരു വീട്. അങ്ങനെ മൊത്തം കഴിഞ്ഞു. ഇവിടെ വേറെ 2-3 ബന്ധുക്കാരുണ്ട്. യെസ്, ഞങ്ങളുടെ കുടുംബക്കാർ അത്യാവശ്യം കുറേ പേര് വീട്. ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം അപ്പൻ്റെ കുടുംബക്കാരെല്ലാം ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ പോകുന്നു, അതിനുശേഷം നമ്മൾ അടുത്ത വീട്ടിൽ പോകുന്നു. പക്ഷേ ഇന്ന് കാലാവസ്ഥ ഭയങ്കര മോശം കേട്ടോ. നല്ല രീതിയിലുള്ള മഴയാണ് ഞങ്ങളുടെ നാട്ടിൽ. മേളിലൊരു വീട്, ഇത് അടുത്ത വീട്, ഇത് വല്യാപ്പിയുടെ വീട്. നമ്മുടെ കോമ്പറ്റീഷൻ ഡ്രൈവറിൻ്റെ വീടാണ് അല്ലേ? ഗൈസ് വല്യാപ്പി എടുത്ത് പോയി. അവിടെ നേരെ അപ്പൻ്റെ ചേട്ടൻ്റെ അടുത്ത ചേട്ടൻ്റെ വീട്ടിൽ വന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് കർണാടകയ്ക്ക് പോകുന്ന പ്ലാൻ. കർണാടക ഇന്ന് പോകാൻ പറ്റില്ല, ഭയങ്കര മഴ ഇതായിരുന്നു. ഡ്രൈവർ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർ ആയതുകൊണ്ട് ഈ സമയത്ത് പോയാൽ ശരിയാവില്ല. അത് കാരണം നേരെ വീട്ടിലോട്ട് പോവാം. യെസ്, അപ്പോൾ ഞങ്ങൾ എല്ലായിടത്തും പോയി. ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണം. വണ്ടി ഇവിടെ നടന്ന് അങ്ങോട്ടാട്ടോ വണ്ടിയുള്ള. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്കല്ലാതെ ബാക്കിയുള്ളവർക്ക് ലൈസൻസ്. നടന്നില്ലേ മമ്മി? ഞങ്ങൾക്ക് 2 പേർക്ക് ലൈസൻസ് കിട്ടി. യെസ്, അപ്പൊ ഞങ്ങളുടെ അമ്മയ്ക്ക് എടുക്കണമെന്നാ പറയുന്നത്. അല്ലേ? എനിക്ക് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അതായത് അഭിരാമിക്ക് ലൈസൻസ് കിട്ടി, എനിക്ക് ലിബിന് ലൈസൻസ് കിട്ടി. എനിക്ക് 2 ഉണ്ട് 4 ഉണ്ട് ഇപ്പൊ നിലവില്. 1 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ഹെവി. 19-ാം തീയതിയാണ് ലിബിന് ലൈസൻസ് കിട്ടിയത്. അങ്ങനെ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകളിൽ അഭിരാമിയും ലിബിനുമായിരിക്കും ഇനി നമ്മുടെ ബസ്സും. ഗൈസ്, അഭിരാമിയും ലിബിനും ആയിരിക്കും ഇനി വാഹനം ഓടിക്കുന്നത്. അതെ, ചെറിയ വണ്ടി അഭിരാമിയും, വലിയ വണ്ടി ഞാനും എടുക്കുന്നതാണ്. ഗൈസ്, അതായത് ഇനി ബസ്സിനാണ് നമ്മൾ അടുത്ത യാത്ര പ്ലാൻ ചെയ്യുന്നത്. ഭൂട്ടാൻ, നേപ്പാളുള്ള യാത്രയാണ് ഇനി അടുത്ത് വരാൻ വേണ്ടി പോകുന്നത്. അതെ, അപ്പോൾ അത് അഭിരാമിയും ലിബിനും ആയിരിക്കും വണ്ടി ഓടിക്കുന്നത്. ഞാൻ കോ ഡ്രൈവർ ആയിട്ടിരിക്കും. അപ്പോൾ അടുത്ത യാത്രയിൽ ഇവർ 2 പേരാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷേ കോ ഡ്രൈവർ ഉണ്ട്, വണ്ടി ഓടിക്കാൻ പറ്റും. ഇത്ര നാളും സൈഡിലിരുന്ന് ഡ്രൈവർമാർ വളരെ പക്കയായിട്ടാണ് ഓടിക്കുന്നത്. പക്ഷെ കോ ഡ്രൈവർ ഉണ്ടല്ലോ, ഇവ തേടിട്ടാ പറയും നീ റോട്ടിലടി. ഇനിയുള്ളത് ലിബിനും അഭിരാമിയാണ് വാഹനം ഓടിക്കാൻ വേണ്ടി പോകുന്നത്. ഇനി അടുത്ത അഭിരാമി എന്നെക്കാളും പഠിച്ചേട്ടാ. സൈഡിൽ ഇരുന്ന് വർത്താനം പറയുന്ന പോലെയാണോ വണ്ടി ഓടിക്കുന്നത്? അല്ല, എനിക്ക് ഗീർ ഇടാൻ നേരത്തെ ഇച്ചിരി തപ്പലുണ്ട്. ആ തപ്പലും കൂടെ മാറിക്കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ഔട്ടാൻ നേരത്തെ. അപ്പൊ ഒന്നും കൂടെ ഒന്ന് ഏലായിട്ട് വേണം ഒന്ന് റോട്ടിൽ കൂടെ ഇറങ്ങാൻ വേണ്ടി. ഗൈസ്, ഇവൻ ആദ്യം ഓടിച്ചു പഠിച്ചത് നമ്മുടെ ഓമിനിയിലാണ്. അതിനുശേഷം പിന്നെ സഫാരി സോമി പഠിച്ചു. ഇതിൽ ഓടിക്കുന്നു. ഞാനും അഭിരാമിയും കൂടെ ഇതിനകത്ത് ഭയങ്കര കോമഡി ഉണ്ടായിരുന്നു. എനിക്കാണ് ഗീർ മാറാൻ അറിയത്തില്ല, അഭിരാമിക്കാണ് സ്റ്റിയറിംഗ് ബാലൻസും ഇല്ല. ഞങ്ങൾ 2 പേരും കൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് പോയിട്ട് ഡ്രൈവിംഗ് പഠിച്ചത്. ഇപ്പൊ സന്തോഷമായോ? ഞങ്ങൾ വണ്ടി എടുത്തെന്ന് വെച്ചിട്ട് ഞങ്ങൾ ലേണർ ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാട്ടോ ഞങ്ങൾ വണ്ടി എടുത്തത്. യെസ് ഗൈസ്, ഇനിയൊരു കേസ് പറയാം. അതായത് നമുക്കങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ഇനിയിപ്പം മൊത്തം 3 പേർക്ക് ലൈസൻസ് ഉണ്ട്. അപ്പം ഇനിയുള്ള യാത്രയിൽ ഇനിയുള്ള നമ്മുടെ അടുത്ത യാത്ര എന്ന് വെച്ചാൽ നമ്മുടെ SS നെപ്പോളിയൻ പണിത് അതിൽ നമ്മൾ നേപ്പാൾ, ഭൂട്ടാൻ, പിന്നെ അതേപോലെ ഹിമാചൽ പ്രദേശ്, സിക്കിം, ഇത്രയും സംസ്ഥാനങ്ങൾ. അല്ല, അതപ്പുറം സിക്കിമിന്റെ അടുത്തല്ല. അല്ല, അപ്പം നമ്മൾ നാഗാലാൻഡ്, മണിപ്പൂർ. നമ്മൾ അങ്ങനെയല്ല പോകുന്നത്. നമ്മൾ സിലിഗുരിയിൽ നിന്ന് സിക്കിമിൽ നിന്ന് നേപ്പാൾ, ഭൂട്ടാൻ ആ റൂട്ട് കയറിയിട്ട് അങ്ങനെ ഒരു യാത്രയാണ് അടുത്ത് നമ്മൾ വരാൻ വേണ്ടി പോകുന്നത്. 1 മാസം നീണ്ടിരിക്കുന്ന യാത്ര. അതായത് കൊച്ചി ഏഷ്യൻ യാത്ര. നിങ്ങളെ മറ്റേ വണ്ടിയിട്ട് നിന്ന സ്ഥലല്ലേ, കൊറേ ദിവസം വണ്ടിയിട്ട് നിന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഒരു യാത്ര അടുത്ത് നമ്മുടെ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലിപിക്ക് ലൈസൻസ് കിട്ടി, അഭിരാമിക്ക് ലൈസൻസ്. ഇനി നേരെ അടുത്ത നമ്മുടെ പരിപാടി നേരെ എറണാകുളം പോകുന്നു. നജീബിക്കാട് അടുത്ത് പോകുന്നു. നമ്മുടെ ബസ് പണി എടുത്തുകൊണ്ട് വരും.
ഉറക്കമില്ലാത്ത രാത്രികൾ അതാണ്. ആ, guys. ചേച്ചിക്ക് ഉറങ്ങുമോ? അത് ഉറങ്ങാതിരിക്കുമോ? Guys, അപ്പം ഇനി 15 അവിടെ ദിവസമെങ്കിലും പോയിട്ട് നമുക്ക് വണ്ടി പണിതെടുക്കണം. 15 ദിവസം കൊണ്ട് ഞങ്ങളുടെ ബസ് പണിതെടുത്തോണ്ട് വരണം. ഒരാഴ്ചയാണല്ലോ. ഞാൻ order ചെയ്ത് തുടങ്ങിട്ടോ. അപ്പം കുറേ സാധനങ്ങളും സംഭവങ്ങളൊക്കെ യാത്രയ്ക്ക് പോകാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്യുന്നുണ്ട്. വണ്ടി അറേഞ്ച് ചെയ്ത് സെറ്റപ്പ് ആക്കി എല്ലാവർക്കും കിടക്കാനുള്ള ബെഡ് ആക്കിയിട്ട് വരും. കൊറിയൻ തീമിലാണ് വരാൻ പോകുന്നത്. അതെ. ഇവ BTS. ഇവനോ സോറി. ഗൈസ്, അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പം ഞങ്ങൾ പോയി വണ്ടി പണിത് കൊണ്ടുവന്ന് നമ്മളിവിടെ ഫാമിലി ആയിട്ട് ഈ യാത്രയ്ക്ക് റാംബോനെയും ബീഗുനും ഒന്നും കൊണ്ടുവന്നില്ല. ഞങ്ങളും മാത്രമേ പോകുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയപ്പം വണ്ടിയൊക്കെ അവർ കടിച്ച് നശിപ്പിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ആ ബസ് അവിടെ കിടക്കുന്നത്. അല്ലെങ്കിൽ ആ വണ്ടി പണിയേണ്ട കാര്യമില്ലായിരുന്നു. അതേപോലെ അടിച്ചാൽ മതിയായിരുന്നു അല്ലേ? ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് റാംബോനെ കൂടെ കുഴപ്പമില്ല, ബീഗുവിനെ കൂടെ പ്രശ്നം. മൊത്തം കാടിച്ചാ നശിപ്പിച്ച് ഒരു 8 ലക്ഷം രൂപ പണിയാക്കി തന്നു. യെസ് ഗൈസ്, അപ്പം അങ്ങനെ സംഭവം ഉണ്ടായി. അപ്പം ഇനി ഇത്ര നേരം ലിബിൻ ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ലിബിൻ നിങ്ങളെല്ലാവരും വണ്ടി എനിക്ക് ഒറ്റ അഭിരാമിക്ക് വേറെ കാര്യമുണ്ട്. എനിക്ക് ഒറ്റ ഇതിന് കിട്ടി, അഭിരാമിക്ക് 2 ഇതിനായിട്ട്. അഭിരാമി ആദ്യത്തെ ഇതിൽ തോറ്റുപോയി. അല്ല, നീ ആദ്യത്തെ ഇതിൽ തോറ്റുപോയില്ലേ? ആ, ഇവള് ഹാൻഡ് ബ്രേക്ക് താത്ത മറന്നുപോയായിരുന്നു. അതെ. ആ ഗൈസ്, അപ്പം ഫൈനലി ലിബി ഇപ്പം നമ്മളെല്ലാരും വണ്ടി ഓടിച്ച് കാണിക്കുന്നതാണ്. താക്കോൽ എന്ത് എടുത്തിട്ടോ വണ്ടി ഓടിക്കാൻ പോകുന്നത്? നീ എന്താ ആദ്യം ചെയ്യാൻ പോകുന്നത്? എന്നിട്ട് ആർക്ക് കൊടുക്കും? എന്നിട്ട് ലിബിൻ എന്ത് ചെയ്യും? റോട്ടിൽ കൂടെ ഓടിക്കും. യെസ്, ഇറക്കിക്കോ ഇറക്കിക്കോ. കയറ്റിയപ്പോൾ ടയർ കത്തിച്ചുള്ളൂ കുറച്ച്. ആ ഗൈസ്, കയറി വെച്ച ലൈറ്റ്. ആ ഗൈസ്, ഇവനെ ഒന്നിപ്പോ ഓടിച്ചിട്ട് വന്നോളൂ. ലിബി ഇപ്പൊ എല്ലാ ദിവസവും വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള ടയർ കത്തലും സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ വന്നപ്പോഴേ. നിനക്ക് ഓടിക്കുമ്പോ എന്നെ ഇപ്പൊ ബുദ്ധിമുട്ട് എന്നാ? ഗീർ ഇടാൻ മാത്രം ഒരു ബുദ്ധിമുട്ട്. അതൊരു ബുദ്ധിമുട്ടായല്ലോ. പിന്നെ ബ്രേക്ക് പിന്നെ ഓടിക്കാനും ഒരു ബുദ്ധിമുട്ട്. ആദ്യം ഇവള് വണ്ടി ഇറക്കി പുറത്തിറക്കി വണ്ടി ഇട്ട് കൊടുക്കും. ഞാൻ ഇവിടുന്ന് കീപ്പള്ളി വരെ പോയ കണ്ണൂര് പോയ ഫീലിംഗ്. സാധാരണ പെട്ടെന്ന് എത്തൂല്ലോ, ഓടിച്ചിട്ട് വണ്ടി എത്തണ്ടേ. എന്നിട്ടല്ലേ ഞാൻ ഇവനോട് പറഞ്ഞു, ഇവനെ മഴ ഇവൻ പറയുന്നത് ഇതിൽ ഓടിച്ചു പഠിക്കാം എന്നിട്ട് പഠിക്കാം. പക്ഷേ ഓമിനിൽ ഓടിച്ചു പഠിച്ചിട്ട് കാര്യമില്ല. ഓമിന് ഫ്രണ്ട് ഇല്ലാത്ത വണ്ടിയാണ്. ഫ്രണ്ട് ഇല്ലാത്ത വണ്ടിയിൽ ഓടിച്ചു പഠിച്ചു കഴിഞ്ഞാൽ ചൊവ്വാവൂല. ഫ്രണ്ടുള്ള വണ്ടിയിൽ ഓടിച്ചു പഠിക്കണം. അപ്പം ഇതുപോലെയുള്ള വാഹനങ്ങളൊക്കെ ഓടിച്ചു പഠിക്കുവാണെങ്കിൽ നല്ലതാണ്. പിന്നെ വേറെ കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ ഇവിടെയൊക്കെ ജനിച്ചത് ഭാഗ്യം. നമുക്ക് ഇഷ്ടം പോലെ ചെറിയ വഴികളുണ്ട് വണ്ടി ഇല്ലാത്ത. നമുക്ക് പെട്ടെന്ന് ഓടിച്ചു പഠിക്കാൻ പറ്റും. അല്ലേ? ടൗണിലൊക്കെ ഉള്ളവരെ വിട്ടുപോകുന്നത് കൂച്ച ചാടിയതാ. ഞങ്ങളുടെ കണ്ടൻ അവനവിടെ എന്തോ പരിപാടി ഒപ്പിച്ചോട്ടെ. നോക്കിക്ക് ലിബിൻ ഓടിക്കാൻ വേണ്ടി അഭിരാമി വണ്ടി ഇറക്കുക കേട്ടോ. അപ്പോൾ ഇറക്കി താഴെ ഇട്ടതിന് ശേഷം ലിബിൻ ഓടിക്കാൻ പറ്റും. അങ്ങനെ ലിബിനും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന് ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ ഇപ്പം അത്യാവശ്യമായി മാറി. കാരണം ജോർജിയ വെച്ച് നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായ ശേഷം ജോർജിയ വെച്ച് 2 പേരുണ്ടായിരുന്നു. 60,000 രൂപ പോകൂലായിരുന്നു അല്ലേ? അതായത് എന്നെ സംബന്ധിച്ചല്ലേ, ജോർജിയ വെച്ച് നമുക്ക് ഫൈൻ അടിച്ച് കിട്ടിയില്ലേ. നമുക്ക് വേറൊരാൾക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു. നമുക്ക് സുഖമായിട്ട് ആ രാജ്യം എക്സിറ്റ് അടിക്കായിരുന്നു. ഫൈനൊന്നും അടിക്കണ്ടായിരുന്നു. പിന്നെ ആ രാജ്യത്തോട്ട് പോകാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ആർക്കെങ്കിലും ജോർജിയ വെച്ച് നിങ്ങൾ യാത്ര ചെയ്ത് ജോർജിയ നിങ്ങൾക്ക് ഫൈൻ കിട്ടുമെന്ന് ചോദിച്ചോ, നിങ്ങൾ അപ്പീലിനോ ഒന്നിനും കൊടുക്കൊന്നും ചെയ്യരുത്. നേരെ കിട്ടിയ ഫൈനും കൊണ്ട് നേരെ ബോർഡറിൽ ഇറങ്ങി പോവാ. ഒരു പ്രശ്നമില്ല. പിന്നെ ആ രാജ്യത്ത് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 20,000 എന്നുള്ള 5-6 ലക്ഷം അവിടെ കിടക്കുന്നുണ്ട്. തിരിച്ചു പോകരുത്. അതാണ് യാഥാർത്ഥ്യം. ഫൈനലി ലിബിൻ ഓടിക്കാൻ വേണ്ടി വണ്ടി ഇവിടെ വെച്ചു കൊടുത്തു. ലിബിനാണ് വണ്ടി എടുക്കാണ്ട് പോകുന്നത്. ഞാൻ നേരെ ഫ്രണ്ട് സീറ്റിലേക്ക് പോവാണ്. ഇതിൽ ഓടിച്ച് പഠിക്കുവാണെങ്കിൽ ഇവർക്ക് അത്യാവശ്യം എല്ലാ വണ്ടി ഓടിക്കേണ്ട കേട്ടോ. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ അവനെ കൊണ്ട് ബസ് എടുപ്പിക്കണം, ട്രാവലർ എടുപ്പിക്കണം. ഫൈനലി അഭിരാമി സീറ്റിൽ നിന്ന് ഇറങ്ങി ലിബിൻ കയറുന്നു. കയറിക്കോ. എന്നൊക്കെയാ ചെയ്യണ്ടല്ലോ ഇവനെ? ആദ്യം തന്നെ സീറ്റ് ബെൽറ്റ് ഇട്ടോ ഇല്ലോ എന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്ക് വിട്ടോ ഇല്ലോ എന്ന് ശ്രദ്ധിക്കുക. അല്ലേ ഗൈസ്, ഇതുപോലെയൊന്നും അല്ല കേട്ടോ ബസ്. പിന്നെ ഇന്റർനാഷണൽ ഹൈവേകളിലും മറ്റു സ്ഥലങ്ങളിലും ഇതേപോലെ കോമ്പറ്റീഷൻ ഡ്രൈവിംഗ് ആയിരിക്കും. ഇന്റർനാഷണൽ ആയില്ലേ? നമ്മളെ ഏഷ്യ അല്ലേ? യൂറോപ്പ് സ്റ്റാൻഡേർഡ് വേണ്ടല്ലോ. യൂറോപ്പിൽ വണ്ടി ഓടിക്കാനുണ്ട്, പല രാജ്യങ്ങളിൽ വണ്ടി ഓടിക്കാനുണ്ട് നിനക്ക്. അതുകൊണ്ട് കാര്യമില്ല. ഞാനിത് ഓടിക്കുന്നില്ലേ? എടുത്തോ, വണ്ടി എടുത്തോ. തപ്പു തന്നെ, എല്ലാം തപ്പു കേട്ടോ. ആളെല്ലാം തപ്പി. വിജയേട്ടൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം സൂക്ഷിച്ച് ഓടിക്കാവുള്ളൂ. ഗൈസ്, ഇത്ര നാളും നമ്മുടെ വീഡിയോ കണ്ട എല്ലാവരും ഒരൊറ്റ ഇതായിരുന്നു. അതായത് ലിബിൻ വണ്ടി ഓടിക്കണമെന്ന്. അതെ. ആ പൂ മോന് ഇത്രയും നാളും ആ സൈഡിൽ നിന്നിട്ട് വണ്ടി എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ചോദിച്ചത്. പിന്നെ രണ്ടാമത്തെന്ന് വെച്ചാൽ അഭിരാമി ലിബിനെ ഒതുക്കി ഒരു സൈഡിൽ വെച്ചു. ഗൈസ്, ആദ്യം കൊടുത്തത് ലിബിനാണ്. പക്ഷെ
ഗൈസ് ആദ്യം കൊടുത്ത ലിബിനാണ്, പക്ഷെ നാട്ടിലില്ലായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് മാത്രം ലൈസൻസ് ഉണ്ടായിട്ട് കാര്യമില്ല. കാരണം എത്ര വണ്ടികളാണെന്ന് പറയാം ഞങ്ങളുടെ കിടന്ന് നശിച്ചു പോകുന്നു. അപ്പോൾ ലൈസൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എന്നടാ ഒരു വണ്ടി വെക്കുന്നുണ്ട്, നീ ഫ്രണ്ടിൽ ഒതുക്കിയാൽ കൊടുത്താക്കാം. ആ ഗൈസ് ഗൈസ് നിന്റെ ആണോ? എന്നാ എന്നാ ചോദിച്ചേ? ആ വിളിക്കുവോ? ആ ഉണ്ടെന്ന് തോന്നുന്നു. ഗൈസ് നോക്കൂ, ഫൈനലി ലിബിൻ ഇതാ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇനി എനിക്ക് ഒറ്റയ്ക്ക് വണ്ടി ഓടിക്കണ്ട. ഒന്നാമത്തെ കാര്യം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു 8 വെച്ചും തട്ടുവോന്ന്. പക്ഷേ ഞാനൊരു കാര്യമില്ല, കുറച്ച് കാര്യം പഠിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ഉള്ളിലെ പേടി പോയി കഴിഞ്ഞപ്പോ ഇനി അപ്പുറപ്പുറമൊക്കെ നോക്ക്, ശ്രദ്ധിച്ച് എല്ലാം ശ്രദ്ധിച്ചു കൊണ്ടോ ചെയ്യാൻ വേണ്ടി. ആ ഫസ്റ്റ് എനിക്ക് അഭിരാമി ഉള്ളവരെല്ലാം പറഞ്ഞു തരുന്നുണ്ടോ. എന്നിട്ട് എങ്ങോട്ടാ പോകുന്നത്, എന്നാ ചെയ്യുന്നത്? മൊത്തം എക്സ്പ്രഷൻ ഒക്കെയാ നിങ്ങൾ കാണണ്ടേ. തിരിയൊക്കെ ഉണ്ടല്ലേ. ഇതിനെ നമ്മളെ മെല്ലെ മെല്ലെ പഠിക്കുവാണെങ്കിൽ നമ്മൾ പഠിക്കും, അല്ല നമ്മൾ പഠിക്കൂല. മൊത്തം എക്സ്പ്രഷൻ ഒക്കെ നോക്കിയേ. ഓ എന്റെ അമ്മ ജിറാഫൊക്കെ കടിക്കുന്നല്ലേ കടിക്കുന്ന മുഖം. ഞാനിത് ഇപ്പഴാ ഒന്ന് ഏലായി വന്നേ. എന്റെ ഗുരു വിജയേട്ടനാ കേട്ടോ, ഞാൻ ഇരിക്കുന്ന ലൈസൻസ് എടുത്ത് ഇട്ടിന്ന് അല്ലേ. നല്ല രീതിയിൽ ലിബി ഓടിക്കുന്നുണ്ട്. പക്ഷെ വലിയ വണ്ടികളൊക്കെ എന്ത് ചെയ്യണം, ഇവനൊന്ന് സെറ്റായി വരാനുണ്ട്. പക്ഷെ എന്നെ ആരും വണ്ടി ഓടിക്കുന്ന പറഞ്ഞ ആരും അംഗീകരിച്ചു തരുന്നില്ല. അതിനാ സീറ്റേ കയറി വെറുതെ ഇരിക്കുമെന്ന് എല്ലാരും പറയാം. ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞാട്ടെ, ഇവൻ വെറുതെ സ്റ്റൂളെ കയറി ഇരിക്കുന്ന സ്റ്റിയറിംഗ് തിരിച്ചോണ്ടിരിക്കുക, ഗിയർ മാറ്റാതെ. ഇന്നലെ ലൈസൻസ് കിട്ടിയവരെങ്ങനെ ഈ 5 വർഷത്തെ എക്സ്പീരിയൻസിൽ ഓടിക്കും? പറയൂ. അല്ലടേ പിന്നെ അഭിരാമി നമ്മുടെ നല്ലതിന് വേണ്ടിയാ പറഞ്ഞിരുന്നു, നമ്മള് പഠിക്കാൻ വേണ്ടിയാ പറഞ്ഞിരുന്നു. ഗൈസ് അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ കൂടെ ഓടിക്കുന്ന പോലെ അല്ല ഒരിക്കലും ഒരു യാത്ര പോകുമ്പോൾ ഓടിക്കുക. കാരണം നമുക്ക് റെസ്റ്റ് ഇല്ലാത്ത രീതിയിലുള്ള യാത്രയായിരിക്കും ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 5 ദിവസം 10 ദിവസം കൊണ്ട് നമ്മൾ ഓടിക്കുന്ന രാജ്യത്തിൻ്റെ ലോ മാറും, അവിടുത്തെ നിയമങ്ങൾ മാറും, പിന്നെ അവിടുത്തെ കൾച്ചർ. അതായത് ഇപ്പം നമ്മൾ 10 ദിവസം ഒരു രാജ്യത്താണ്, 10 ദിവസം ഇപ്പോൾ ഇൻ്റർനാഷണൽ മറ്റേ TT നേപ്പാളിൽ ഓടിക്കുകയാണെങ്കിൽ ഓരോ രാജ്യത്തായിരിക്കും. അപ്പം നിയമം വ്യത്യാസം, രാജ്യം വ്യത്യാസം, കൾച്ചർ വ്യത്യാസം, ഡ്രൈവിംഗ് രീതി വ്യത്യാസം, എല്ലാം വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ ഇവിടുന്ന് സ്ട്രോങ് ആയി പഠിച്ചു പോയാലേ നമുക്ക് അവിടെയൊക്കെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. കാരണം 130-140 കിലോമീറ്റർ സ്പീഡ് വരുന്ന വാഹനങ്ങളാണ്. അപ്പോൾ നമ്മളത് ഇവിടുന്ന് എല്ലാം പഠിച്ചിട്ട് പോകണമെങ്കിൽ നമുക്ക് അവിടെ സിമ്പിളായിരിക്കും. അല്ലെങ്കിൽ റോട്ടിൽ കിടന്ന് നമ്മൾ ഇഷ എണ്ണ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവനോട് ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞത്. പിന്നെ അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് ഓടിക്കാൻ നേരത്തെ ഇതേപോലെയല്ല, അത് എയർ ബ്രേക്കും വേറെ രീതിയാണ്. അപ്പം എല്ലാം ഈ വണ്ടിയിൽ നിന്ന് പഠിച്ചെടുക്കുകയാണെങ്കിൽ എല്ലാം സിമ്പിൾ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. വേറെ കാര്യമുണ്ട് ഇവനെ, എന്നാ ഞാൻ ആരോട് പറഞ്ഞിട്ട് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലോണ്ട് ആരും വിശ്വസിക്കുന്നില്ല ഇവനെ. എന്നിട്ടോ ഞാൻ എത്ര വരെയെന്ന് പറയാ, എന്റെ ആശാനോട് പറഞ്ഞിട്ട് പോലും വിശ്വസിക്കുന്നില്ല. നിനക്കറിയാം ഓടിക്കാൻ ഒരു വിഷമായി വരുന്നുണ്ട്. ഇച്ചിരി പഠിക്കണം അവനെ. പഠിക്കാതെ നമ്മൾ മെയിൻറോട്ട് ഇറങ്ങിയിട്ട് കാര്യമില്ല, അല്ലെ നമ്മൾ മറ്റുള്ളവർക്ക് ഉപദ്രവമായി മാറും. അതെ ഗൈസ്, കുറച്ചും കൂടി ഇവൻ ഗിയറൊക്കെ ഇടാനും കുറച്ചും കൂടി അതായത് പഠിച്ചു എല്ലാം മനസ്സിലായി, എന്നാലും പ്രൊഫഷണൽ രീതിയിൽ കുറച്ചും നീ മിണ്ടരുത്. ഇതുപോലുള്ള പ്രോ ഡ്രൈവർമാരുടെ നമുക്ക് ഓടിക്കാൻ പറ്റും. ഒരു ഡ്രൈവറുടെ വേദന ഒരു ഡ്രൈവറെ മനസ്സിലാക്കുന്നു. അതായത് നീ ഗിയർ ഡൗൺ ചെയ്യുന്നത് നന്നായിരിക്കും അഭ്യർത്ഥിക്കുന്നു. അതായത് പിന്നെ ഇവൻ കുറച്ചും കൂടി ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവർ വണ്ടി ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഇവർ രണ്ടുപേരും വണ്ടി ഓടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സുഖമാണ് പിന്നെ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിട്ടോ. ക്യാമറ എപ്പോഴും ഞങ്ങൾ ഓൺ ആക്കി വെക്കും. എന്റെ പ്രശ്നം എന്താണെന്നറിയാവനെ, ഇനി വരേ പോട്ടൊക്കെ ചവിട്ടാനില്ലേ, അതൊന്ന് ശരിക്കിനി ഏലാക്കി വരണം. ഇനി അങ്ങോട്ട് പോ, ഈ വഴിക്ക് പോ. ഈ വഴിക്ക് പോയാ പോരെ. ഈ വഴിയുള്ള നാട്ടുകാരെല്ലാം നമ്മളെ എല്ലാ ദിവസവും ഇപ്പം കാണും കേട്ടോ. ആൾക്കാരൊക്കെ ചോദിക്കുന്നു ഇവന് ലൈസൻസ് ഇല്ലേന്നൊക്കെ. എല്ലാരും എന്നോട് ചോദിക്കുന്ന കേസാ. നിനക്ക് താളമൊക്കെ വിട്, വണ്ടി എടുക്ക. വണ്ടി ഉണ്ട് ആ പിന്നെ അങ്ങനെയാണ് നീ കൊല്ലം വണ്ടി ഓടിക്കണ്ടോ, അങ്ങ് ദൂരേന്ന് വരുന്ന വണ്ടിയൊക്കെ നോക്കിയിട്ട്. പിന്നെ നിനക്ക് നാണം ഉണ്ടോരാന്ന് വരെ എന്നോട് മുഖത്ത് നോക്കി ചോദിച്ച ആൾക്കാരുണ്ട്. എന്തിനാ ലൈസൻസ് ഇല്ലാതെ? ലൈസൻസ് ഇത്രയും കാലം നീ ആ സൈഡിൽ നിന്നിട്ട് നീ പഠിച്ചില്ലടാ. ഇട്ടോ ഇപ്പൊ ഓക്കെ ആയോ? നീ ഇപ്പഴത്തെ ട്രാക്കിലേക്ക് വണ്ടി കയറ്റ. ആ വിട്ടോ, നീ വള്ളിത്തോട്ടി പോയിട്ടൊന്ന് തിരിച്ച് വീട്ടിലോട്ട് പോകല്ലേ. ഇനി തേർഡിലേക്ക് മാറുക. ഗൈസ് ലിബിനെ ഒന്ന് എല്ലാം ഒന്ന് ഏലാക്കി എടുക്കാണ്ട് വരാം. ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒന്നും കൂടെ പറയാം. അതായത് ഇവർ വണ്ടി ഓടിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റും. എനിക്ക് പ്രത്യേകിച്ച്
എന്താ പറയാ സമ്മർദ്ദവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം അല്ലെങ്കിൽ ഞാൻ തന്നെ വണ്ടി ഓടിക്കണം, ഇപ്പൊ ഞാൻ തന്നെ കണ്ടന്റ് തയ്ക്കണം, പിന്നെ അതേപോലെ തന്നെ വണ്ടി ഓടിച്ച് കിലോമീറ്റർ പിടിക്കണം, ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഓടണം, അത് ഇനി എഡിറ്റിങ്ങിന് നിൽക്കണം. അത് ഇങ്ങനത്തെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഇനിയിപ്പം ഇവർ വണ്ടി ഓടിക്കുമ്പം എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാം, ഇഷ്ടത്തിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ ഫ്രെയിം വെച്ച് കാര്യങ്ങൾ എടുക്കാം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയമുണ്ട്. കാരണം ഇനിയിപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഇവർ വണ്ടി ഫ്രണ്ടിൽ നിന്ന് ഓടിക്കുവാണെങ്കിൽ ഇവർക്ക് മാപ്പിട്ട് 3 ലൈസൻസ് ഉള്ളതുകൊണ്ട് ലൈസൻസ് നോക്കും. അതായത് 3 പേര് വണ്ടി ഓടിക്കാനുള്ള ഗുണം, എനിക്ക് ഇവർ വണ്ടി ഡ്രൈവ് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതായത് എനിക്ക് എഡിറ്റ് ചെയ്യാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇപ്പം അഡ്വാൻറ്റേജ് ആണ് എല്ലാ രീതിയിലും. അപ്പം ഇത് ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇച്ചിരി ഇതൊക്കെ വേണം, ഇച്ചിരി കരുത്തൊക്കെ വേണം, അല്ല വളവള പറയുന്ന പോലെ അല്ല, മനസ്സിലായില്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല അഭിരാമി, നീ മറ്റേ ഇതിലെ കൂടെ കിടന്ന് ഓടിക്കുന്ന പോലെ അല്ല, മനസ്സിലായില്ലേ? ഹൈവേയിലേക്ക് കയറുമ്പോൾ ചക്രശ്വാസം വലിക്കും, പിന്നെ വലിയൊരു ബ്ലോക്കൊക്കെ വരണം കയറ്റത്തില്. അത് ഹൈവേയിൽ മറ്റേ സാധാ ബ്ലോക്ക് അല്ല, ഇങ്ങനെ കുത്തനെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ബ്ലോക്കൊക്കെ വരാൻ നേരത്തുണ്ടല്ലോ, അപ്പോഴാണ് കാലിനൊക്കെ വേദന എടുക്കുക. ഈ കാണുന്ന ഞങ്ങളുടെ ഇവിടുത്തെ തന്നെ മലയോര ഹൈവേ കൂടി ഓടിക്കാൻ നമുക്കൊരു ഭാഗ്യമുണ്ട് ഈ റൂട്ടില്, അതൊക്കെ ഏറ്റവും വളവും എല്ലാ സാധനവും പഠിക്കാൻ വേണ്ടി. അല്ല, അത് മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ റോഡുകളെല്ലാം അത്യാവശ്യം നല്ലതാണ് അല്ലേ? എല്ലാ റോഡുകളും നല്ല റോഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. ഇവരെ ഇപ്പം ഇത്രയും ദിവസം ഞങ്ങൾ വീട് ഇടാഞ്ഞതിൻ്റെ കാരണങ്ങളൊന്നും എനിക്ക് കല്ലായിരുന്നു. അപ്പം അതിൻ്റെ പത്തിയും കാര്യങ്ങളും അങ്ങനെ 5ാമത്തെ കല്ല് കഴിഞ്ഞ ദിവസം ആശുപത്രി പോയിരുന്നു, 5ന്റെ കല്ല് പോയി, ഇപ്പൊ 6ആയി. കിഡ്നിയിലല്ലേടി? കിഡ്നിയില്. അഭിരാമി പ്രോ ഡ്രൈവർ ആയിട്ടോ കണ്ണൂരൊക്കെ പോയപ്പോഴും തന്നെ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഗൈസ്? അതുകൊണ്ട് തന്നെ ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഓവർ വണ്ടി ഓടിക്കാൻ കഷ്ടപ്പെടുകയൊന്നും വേണ്ട, ഇവരൊക്കെ ഓടിച്ചോളും. ഒന്നാമത്തെ കാര്യം കല്ലിന്റെ കേസ് ഉള്ളതുകൊണ്ട് കറക്റ്റ് വീട് ഇടാൻ പറ്റിയില്ല. പിന്നെ അതേപോലെ തന്നെ ലിബിനെ ഡ്രൈവിംഗ് പഠിപ്പിക്കുക, ലിബിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നോക്കി പിന്നെ ഇവരെല്ലാം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഇരിക്കുവാണ്. അപ്പം എല്ലാം സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക വളരെ ഫ്രീ ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നും ചെയ്തു എല്ലാം സക്സസ് ആയി. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം നേരെ ഇവിടുന്ന് എറണാകുളത്തോട്ട് പോവുകയാണ് നമ്മുടെ SS നെപ്പോളിയൻ പണിതെടുക്കാൻ വേണ്ടി. അതിന് ശേഷം അത് പണിതെടുത്തതിന് ശേഷമാണ് നമ്മൾ യാത്ര തുടങ്ങുക. അപ്പം ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ. അതായത് നമ്മൾ ഇവിടെ നേരെ സിക്കിമിൽ നിന്ന് ഭൂട്ടാൻ, നേപ്പാൾ, ഇത്രയും സ്ഥലം, പിന്നെ ചിലപ്പോൾ ഹിമാചൽ പ്രദേശും പോകുമായിരിക്കും. അപ്പോൾ ഇത്രയും സ്ഥലം പോയിട്ട് എസിന്ന് വരുന്ന പോകുക ഗൈസ്. ഇത്രയും സ്ഥലങ്ങൾ പോയിട്ട് ഞങ്ങൾ തിരിച്ചൊരു 1 മാസം 1.5 മാസത്തെ ഒരു യാത്രയാണ്. അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് യൂറോപ്പിലേക്ക് പോകും, യൂറോപ്യൻ യാത്രയ്ക്ക് വേണ്ടി. അതായത് നമ്മുടെ വണ്ടി ഈ പ്രാവശ്യം അവിടെ ചെന്നിട്ട് യൂറോപ്പ് മൊത്തം കറങ്ങിയിട്ട് UK, അയർലൻഡ് എല്ലാം കറങ്ങി നമ്മൾ തിരിച്ചു വരും. എന്നിട്ട് പിന്നീടാണ് നമ്മൾ അമേരിക്ക മറ്റു സ്ഥലത്തേക്കൊക്കെ പോകുന്നത്. ചിലപ്പോൾ യൂറോപ്പിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സംവിധാനങ്ങളും കാര്യങ്ങളും. ഇതിപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്, ആ വഴിയിലെത്തി. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. ഇത് നോക്കൂ, ഫൈനലി ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തി. ലിബിനും അഭിരാമിയും വണ്ടി ഒന്നും കൂടെ ഒന്ന് സൈസാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇവർ പഠിക്കട്ടെ, അഭിരാമിയും ലിബിനും കർത്തവ്യങ്ങൾ നടത്തട്ടെ. ഫോണ് വീട്ടിലായിരിക്കുന്നത്. എന്നാ വാ, കയറി വാ. ഗൈസ് നോക്കൂ, വന്നാ നീ കയറ്റി എടുത്ത് വന്ന് ഞാൻ അപ്പുറം തിരിച്ചിട്ട് വരാം. ഫോൺ എടുത്തു തരാം.